ഗ്ലോബൽ ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ബ്രീഡിങ്ങിന് വേണ്ടി ഫിഞ്ചസിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫിഞ്ചസുകളൊക്കെ എത്ര മുട്ട ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ കാലത്തിനുള്ളിൽ എത്ര മുട്ടയുണ്ട്, അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുട്ട വല്ലതും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മളും ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുട്ട എത്ര ഇട്ടിട്ടുണ്ടെന്നും കുഞ്ഞുങ്ങൾ എത്ര വീണിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഈ ഒരു കേജാണ്. അപ്പോൾ ഈ ഒരു കേജിൽ 2 കലമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കലവും പിന്നെ അപ്പുറത്ത് ഈ ഒരു കലവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇരിക്കുന്ന കലത്തിനകത്ത് കുഞ്ഞുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം അതിനകത്ത് എപ്പോഴും പേരൻറ്റ് ബേർഡ് കയറിയിരിപ്പുണ്ട്, ഫീമെയിൽ ബേർഡ് അതിനകത്ത് കയറിയിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കയറിയിരിപ്പുണ്ട്, അതിനകത്ത് മുട്ട ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അതുകൊണ്ട് ഈ ഒരു കലത്തിലോട്ട് നോക്കാൻ പോവുകയാണ്. അപ്പം ഇതിനകത്ത് നോക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇതിനകത്ത് 3 മുട്ടയുണ്ട്, പിന്നെ ഒരു കുഞ്ഞുണ്ട്. അപ്പം നിങ്ങൾക്കൊരു കുഞ്ഞിനെയും കാണാം, പിന്നെ 3 മുട്ടയും കാണാം. ഒരു മുട്ട ചെറുതായിട്ട് സൈഡ് പൊട്ടിയിരിപ്പുണ്ട്. അപ്പം അത് കുഞ്ഞുണ്ടായതുകൊണ്ട് പൊട്ടിയതൊന്നുമല്ല എന്ന് തോന്നുന്നു. ചിലപ്പം പേരൻ്റ് ബേഡൊക്കെ കയറുമ്പം പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും പൊട്ടിയതായിരിക്കും. അപ്പോൾ അത് വിരിയുമല്ലോ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ പോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത കലമാണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് കാണാൻ ചാൻസ് ഇല്ല, കാരണം അടയിരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ബേഡ് കയറുന്നുണ്ട്, പക്ഷേ അടയിരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതിനകത്തൊന്നും കാണുന്നില്ല, ഇതിനകത്ത് മുട്ടയൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഒരു പേപ്പറൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നിടത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് പേപ്പറൊക്കെ കീറിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി വെക്കും. ചകിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതാണ്ട് ഈ ഒരു കേജിലാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു കേജിൽ 2 പെയർ ബേർഡുണ്ട്. അപ്പോൾ നമ്മൾ 2 കലം വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കലം നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 2-നും ബേഡ്സ് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിക്കവാറും എഗ്ഗ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ബ്രീഡിംഗ് പോട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് നോക്കാം. ഇതിനകത്ത് ഒരു ചകിരിയും കാര്യങ്ങളൊക്കെ നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 മുട്ടയുണ്ട്. 2 മുട്ട അവരിട്ടിട്ടുണ്ട്. നല്ലോണം കൂടും കാര്യങ്ങളൊക്കെ അവർ പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വിരിയുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ വിരിയുന്നതും കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാം. ഇതാണ് അടുത്ത കലം. ഇതിനകത്ത് കുഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട്, കുഞ്ഞു അല്ലെങ്കിൽ മുട്ട കാണാൻ ചാൻസ് ഉണ്ട്. കാര്യം എപ്പോഴും പേരൻ്റ് കയറുന്നതാണ് വീട്. അപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞുണ്ട്. ഇത് ഈ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുക, ഹോളിൻ്റെ ഫ്രണ്ടിൽ. അപ്പം കറക്റ്റ് അതിനകത്ത് വേറെ മുട്ടയുണ്ടോ കുഞ്ഞുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ. നമുക്ക് മേളിൽ കൂടെ നോക്കാം. ഒരു മുട്ട കാണുന്നുണ്ട്. ഇതിനകത്ത് 2 മുട്ടയുണ്ട്. 2 മുട്ടയും പിന്നെ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. മറ്റേ 2 മുട്ട വിരിയാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. കാര്യം ഈ കുഞ്ഞ് അത്യാവശ്യം നല്ലോണം വളർന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് വിരിഞ്ഞതിൻ്റെ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ കഴിയുമ്പം അടുത്തതും വിരിയേണ്ടതാണ്. ചിലപ്പോൾ വിരിയും, നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത കൂട് ഇതാണ്. അപ്പം ഇതിനകത്ത് ഇത് സിംഗിൾ പെയർ കൂടാണ്. ഇതിനകത്ത് സിംഗിൾ പെയർ മാത്രമേ കിടപ്പുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ മേളിൽ ഇരിക്കുന്നത്, അത് നേരത്തെ വിരിഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയില്ലായിരുന്നു, ഇതിനകത്ത് തന്നെ കിടക്കുക. അവർ അടുത്ത മുട്ട ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എപ്പോഴും ഇവർ ഇതിനകത്ത് കയറിയിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത നോക്കാമെന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ അതിനകത്ത് നിന്ന് പേരൻ്റ് ബേർഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവർ കൂടും കാര്യങ്ങളൊക്കെ സെറ്റ്. ഒരു 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഒരു മുട്ടയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം കുഞ്ഞ് 2ഉം വിരിഞ്ഞ്, ഒരു മുട്ട ഇനിയും വിരിയാനുണ്ട്. അപ്പോൾ അതും താമസിക്കാതെ തന്നെ വിരിയുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇത് നല്ലോണം കെയർ ചെയ്ത് നോക്കുന്ന ഒരു ബേഡാണ്.
ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇനി ഇത് തീറ്റയൊക്കെ കൊടുത്ത് വലുതായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണ്. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ്ട് ഈ ഒരു കൂടാണ്. അപ്പോൾ ഈ കൂടിനകത്ത് 2 പേര് ബേഡുണ്ട്, 2 പേര് ഫിഞ്ചസ് കിടപ്പുണ്ട്. അപ്പം ഈ 2 എണ്ണത്തിനകത്തും കലത്തിലും ബേഡ് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. മുട്ടയുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഈ കൂട്ടിനകത്ത് ഒരു ബ്രീഡിംഗ് പോട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹോൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോൾ ഇടാത്തതായിരുന്ന കാര്യം, ഇവർക്ക് ഫിഞ്ചസിൻ്റെ കേസിൽ ഹോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ ബ്രീഡിങ്ങിന് വേണ്ടി അവർ മേളിൽ ഓപ്പണാക്കി വെച്ചിരുന്നാൽ മതി. കലത്തിൻ്റെ മേളത്തെ ഭാഗം ടോപ്പ് ഓപ്പണാക്കി ഇട്ടിരുന്നാലും മതി. അപ്പോൾ അവർ അതുവഴിയും കയറും. അവർക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് കണ്ട് ഈ ഒരു കലം നോക്കാം. അപ്പോൾ ഇതിനകത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊരു 2-3 ബ്രീഡിങ് കഴിഞ്ഞതാണ്. അപ്പം കഴിഞ്ഞ വട്ടം ബ്രീഡായിട്ട് പിന്നെ നമ്മൾ ഇത് ക്ലീനാക്കാൻ വിട്ടുപോയായിരുന്നു. ഇതൊന്ന് ക്ലീനാക്കണം. നമ്മളിപ്പോൾ ഓരോ ബ്രീഡിങ് കഴിയുമ്പോഴും ഒന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവരതിനകത്ത് ചകിരിയും കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത കലത്തിൽ നോക്കാം. ഇതിനകത്ത് എപ്പോഴും ബേഡ് കയറുന്നതാണ്. ചിലപ്പം മുട്ട കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരൻ്റ് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അതിനകത്ത് എഗ്ഗ് കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു കലം ഇങ്ങനെ സൈഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് നോക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മുട്ടയും കാണുന്നുണ്ട്, കുഞ്ഞും കാണുന്നുണ്ട്. അപ്പോൾ 2 മുട്ടയും പിന്നെ ഒരു കുഞ്ഞും ഉണ്ട്. ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ആയിട്ടൊക്കെ വിരിഞ്ഞതാണ്. അപ്പോൾ ബാക്കി 2 എണ്ണം ചിലപ്പോൾ വിരിയുമെന്നാണ് പ്രതീക്ഷ. മിക്കവാറും വിരിയാനാണ് ചാൻസ്. കാരണം ഇത് ഇന്നോ ഇന്നലെ വിരിഞ്ഞതായിരിക്കും. അപ്പം ഇന്നോ നാളെയോ മറ്റേ മുട്ടകളും വിരിയാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളും നമ്മൾ പുതിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇനിയും പുതിയ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോസിലൂടെ കാണുന്നവരെ ബൈ.